ഒരു 7 സീറ്റ് വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് കേട്ടോ വരുന്നത്. ബ്രോ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. 14 ഒറിജിനൽ കേരള. ഓപ്ഷൻ വരുന്നത് കേരള സിംഗിൾ ഓണർ വരുന്ന ഓൺലി 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഓക്കെ, 80,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടി മിയാമിയ. അതും സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വാഹനാട്ടാ. വെറും 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇങ്ങനത്തെ വണ്ടി നിങ്ങൾക്ക് ദുനിയാവെന്ന് എവിടുന്ന് കിട്ടൂല. ഇന്നോവ കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അതും OG ആണ്. ബ്രോ ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നേ? ഇത് നമ്മളൊരു 12,75,000. 12,75 ആസ്ക് ചെയ്യുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില വണ്ടി വന്ന് കണ്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം. ഇതൊക്കെ കാണേണ്ട ആവശ്യമുണ്ടോ? അതെ, ഒന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കും. എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുവന്നാൽ ഇതിന് എക്സ്ചേഞ്ച് ചെയ്യാം. അതിർപ്പത്തിൽ കുതിർപ്പത്തിന്റെ തീപാറുന്ന ഒന്നൊന്നര കളക്ഷനുമായിട്ട് വീണ്ടും ഞാൻ എന്നുള്ളത് നമ്മുടെ വെട്ടിച്ചിറയിലെ കാർലക്സ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നൗഫൽ ഭായ് ആണ്, ഇവിടുത്തെ ഓണറാണ്. എന്തൊക്കെയുണ്ട് നൗഫൽ ഭായ്? കച്ചവടമൊക്കെ ഉഷാറാണ്. മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇപ്പൊ സ്റ്റോക്ക്? ഇവിടെ ഒരു 10-30 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. 30 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ജനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലെ? ജനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ റീസെയിൽ വാല്യൂ കിട്ടുന്ന വണ്ടികളാണ് നമ്മുടെ സ്റ്റോക്കുള്ളത്. അതെ, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് കൊടുക്കുന്ന വണ്ടിയാണ്. അതെ, ഇതില് പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, കൂടുതൽ ഓണർഷിപ്പ് ഇല്ല. ഈ വണ്ടി ലോ കിലോമീറ്റർ ആണ്. നല്ല നിങ്ങൾക്ക് ഒന്നാം മനസ്സിലാവും, ജെന്യൂൻ വണ്ടി മാത്രമല്ല, ക്ലീൻ വണ്ടി മാത്രമേ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ക്ലീൻ പെട്ടി പീസ് അല്ലേ? അതെ. ഓക്കെ, വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് ആയ വണ്ടികളൊന്നും ഇവർ ചെയ്യുന്നില്ല കേട്ടോ. 1-2 വണ്ടികളിൽ റീപ്ലേസ് ഉണ്ടാവും, അല്ലാതെ ബാക്കി എല്ലാ വണ്ടികളും നല്ല ജെന്യൂൻ വണ്ടികളാണ്. ഏകദേശം എല്ലാ വണ്ടികളും പറയാല്ലേ? അതെ. അതൊരു 90% വണ്ടികളും എന്താണ് പക്ക ജെന്യൂൻ മോഡൽ കൂടിയ വണ്ടികളാണ്. മോഡൽ കൂടിയ വാഹനങ്ങളാണ് കൂടുതൽ. കിലോമീറ്റർ കുറവാണ്. അതെ. ഓണർഷിപ്പ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ. എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് നമുക്ക് ഏത് വണ്ടിയും എക്സ്ചേഞ്ച് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈക്ക് ആണെങ്കിൽ ബൈക്ക് എടുത്ത ഒരാൾക്ക് നാളെ കാർ എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി. ബൈക്ക് മാറ്റിയിട്ട് നമ്മൾ കാറാക്കി കൊടുക്കും. ബാക്കി ലോൺ ചെയ്യണമെങ്കിൽ ലോൺ ചെയ്ത്. അതെ. ഇത് എങ്ങനെയാണ് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത്? ലൊക്കേഷൻ വരെ മലപ്പുറം ജില്ലയിലെ പിന്നെ പുത്തനത്താണിന് വെട്ടിച്ചാറിന്റെ ഇടയിൽ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെട്ടിച്ചാറ ചുങ്കം എന്ന് പറയും. ഓക്കെ, അപ്പോ നിങ്ങൾ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ അതിൽ വിളിച്ചോട്ടെ. ലൊക്കേഷന് വേണ്ടവർക്ക് ഇവര് അയച്ചു കേട്ടോ. ഇവിടുത്തെ പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെച്ചാൽ വണ്ടികളൊക്കെ നല്ല വണ്ടികളാണ്, കണ്ണ് ചിമ്മിയിട്ട് എടുക്കുക. ഞാൻ ഇവിടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് ആണ് കേട്ടോ ഇവിടുത്തെ വണ്ടികൾക്ക്. ഒരാൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പിന്നെയും അവരുടെ ഫാമിലി, അവരെ ഫ്രണ്ട്സ്, കുറെ ആൾക്കാർ അവരെന്നെ കൂട്ടിയിട്ട് വന്നു ഇവിടുന്ന് എത്രയോ വണ്ടികൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വിലന്റെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വില പാകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോ. വണ്ടീനെ പറ്റി ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിയിട്ട് എടുക്കാം. അപ്പോ ബ്രോ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട, നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോ നേരെ വണ്ടിയിലേക്ക് പോവാം. അങ്ങനെ ആദ്യമായിട്ട് നമുക്കൊരു ഇന്നോവ കാറിൽ തുടങ്ങാം. ഒരു 7 സീറ്റ് വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് കേട്ടോ വരുന്നത്. ബ്രോ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. 14 ഒറിജിനൽ കേരള. ഓപ്ഷൻ വരുന്നത് കേരള സിംഗിൾ ഓണർ വരുന്ന ഓൺലി 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഓക്കെ, 80,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി വണ്ടി മിയാമിയ. അതും സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്ന ഒരു വാഹനാട്ടാ. വെറും 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇങ്ങനത്തെ വണ്ടി നിങ്ങൾക്ക് ദുനിയാവെന്ന് എവിടുന്ന് കിട്ടൂല. ഇന്നോവ കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അതും OG ആണ്. ബ്രോ ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നേ? ഇത് നമ്മളൊരു 12,75,000. 12,75 ആസ്ക് ചെയ്യുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില വണ്ടി വന്ന് കണ്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാം. ഇതൊക്കെ കാണേണ്ട ആവശ്യമുണ്ടോ? അതെ, ഒന്ന് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ വേണം എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുവന്നാൽ ഇതിന് എക്സ്ചേഞ്ച് ചെയ്യാം. നല്ല കിണ്ണം പോലത്തെ കാട്ടിലും റോട്ടിലും ഒരുപോലെ ചീറിപ്പായാൻ പറ്റുന്ന മഹീന്ദ്രന്റെ താറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും 4x4. മാക്സിമം 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാനും പറ്റും.
എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2020 മോഡലാണ്. 20 മോഡലാണ്. 4x4 മാനുവൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് 73,000 കിലോമീറ്റർ. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നിങ്ങളെ നിഗൂണ്ടത് നമ്മൾ കണ്ടെത്തിയില്ലേ, നിങ്ങൾക്ക് വന്ന് നോക്കാം. എത്ര ആസ്കിനെ? ഇത് നമ്മൾ 12,75,000 ആസ്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിക്കുന്നത്, ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. ഇത് നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫണ്ടിങ് ലോൺ ചെയ്തെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ, നല്ല സിബിൽ സ്കോർ പൈസ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. നല്ല വണ്ടി, വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള മാരുതിന്റെ ബലോനോ, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്പറിന് കൊടുക്കണം കേട്ടോ, ഒരു 5 ലക്ഷം റുപ്യ. നോക്കി 2222. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടി? വേരിയന്റ് മാരുതിന്റെ അതിൽ വരുന്ന ഓപ്ഷനിൽ വരുന്ന സീറ്റ വേരിയന്റ്. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 20,000 കിലോമീറ്റർ മാത്രം. ആകെ 20,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല പെട്ടി പീസ്, ക്ലീൻ പീസ്. ഒന്ന് നോക്കാനല്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം. നമ്മളൊരു ഷോറൂം പുതിയ വണ്ടി ഇങ്ങനെ ഇറക്കി കൊണ്ട് അതേമാതിരി കൊണ്ടുപോകാം. ഒരു 19,000 രൂപന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എക്സ്ട്രാ ഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 15,000 ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എത്ര നമ്മള് 8,40,000 രൂപ ആസ്ക് ചെയ്യുന്നുണ്ട്. 8,40,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം അല്ലെ? അതും ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നല്ല ഖീദ്മത്തിന്റെ വാഗണർ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ കാണിക്കുന്നത്. ആവശ്യക്കാർ വേഗം വന്നോളൂ കേട്ടോ. വാഗണർ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് കുറെ ആൾക്കാർ നോക്കി നടക്കുന്നത്. ഈ ടൈപ്പ് വാഗണർ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ആൾക്കാരുണ്ട്. അതെ, നല്ല എൻക്വയറിയാണ്. നമ്മൾ വീഡിയോ ചെയ്തിടത്തൊക്കെ വണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2018 മോഡലാണ്. 18 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓട്ടോ എത്ര ഉണ്ടാവും? 70,000 കിലോമീറ്റർ മാത്രം ഓടി. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മിയ എത്ര കൊടുക്കരുത്? ഇത് 4,40,000 രൂപ നമ്മൾ ആസ്കിന് വേണ്ടി. 4,40,000 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് തരും കേട്ടോ. നല്ല കിണ്ണം പോലത്തെ വിറ്റാര ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് ഒരു റയർ പീസ് ആണ് കേട്ടോ. മാർക്കറ്റിൽ പൊതുവെ കിട്ടാൻ പ്രയാസമുള്ള സാധനമാണ്. വിറ്റാര ബ്രസ് ആണ്. എങ്ങനെയാണ് ബ്രോ ഇത്? 2018 മോഡൽ ZDI വേരിയന്റ്. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? 70,000 കിലോമീറ്റർ മാത്രം ഓടിയോ. 70 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആൾക്കാർക്ക് പൊതുവെ ഒരു ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കുറയോ എന്നുള്ളൊരു പ്രശ്നമാണ്. മൈലേജ് കൂടുതൽ കിട്ടുമോ? ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ്. എത്ര കിട്ടും ഏകദേശം? അത് നമുക്ക് ഓരോ ഡ്രൈവിംഗ് അനുസരിച്ച് വരാൻ പറ്റുള്ളൂ. റോഡും കാര്യങ്ങളും അനുസരിച്ച് മൈലേജ് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റ് ആണ്. അത് ഓരോരുത്തരെ ഓട്ടത്തിൽ കിട്ടുന്നതാണ്. മൈലേജ് കൂടിയാണ് വണ്ടി ആൾക്കാർ ഇറക്കുന്നത്. മൈലേജ് ഇല്ലാത്ത വണ്ടി ഇറങ്ങൂല. പിന്നെ നമ്മള് റോഡ്, നമ്മളെ ഡ്രൈവിംഗ്, അങ്ങനത്തെ നമ്മള് എങ്ങനെയാണ് വണ്ടി യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കിട്ടുള്ളൂ, മൈലേജ് കിട്ടുള്ളൂ. ഇത് വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ഫിറ്റ് ഒന്നും കയറിയോ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ പോലെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഇത് അലോയ്സ് ഒക്കെ ഇതിൽ വരുന്ന ZDI വേരിയന്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നതാണ്. എത്ര കൊടുക്കത്? ഇത് നമ്മള് 9,10,000 രൂപ. 9,10 കൊടുക്കാം. 2018 മോഡൽ ZDI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി, അതും നാനോ കാർ ആണ്. എങ്ങനെയാണ് ബ്രോ ഇത്? 2016 മോഡല് നാനോ ആണ്. AC പവർ സ്റ്റാറിംഗ് കാര്യങ്ങൾ വരും. കൂടാതെ ഓട്ടോമാറ്റിക് വേരിയന്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 70,000 കിലോമീറ്റർ വണ്ടി. എത്രക്ക് കൊടുക്കാത്? ഇത് നമ്മള് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. 2016 ഓട്ടോമാറ്റിക് 2 ലക്ഷം രൂപക്ക് 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഇവിടെ നല്ല ഖീദ്മത്തിന്റെ നിസാന്റെ മാഗ്നറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. യാർഡിലൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2023 മോഡൽ. 23 EX ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ വണ്ടി. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടം 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉള്ളൊരു വാഹനം അല്ലേ? വേറെ തട്ടുമുട്ട് റീപ്ലേസ് പരിക്കൊന്നുമില്ല. കണ്ണ് ചിമ്മീറ്റ് എടുക്കാം. നല്ല വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമ്മൾ വില ചോദിക്കുന്നത് 5,40,000 രൂപ. 5,40 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ ഉണ്ട് കറക്കാം? ഇത് നമ്മൾ ചെറിയ എമൗണ്ട് നമുക്ക് വണ്ടി നല്ല 10,50 മതിയാവോ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ആൾട്ടോ കേട്ടൺ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2018 മോഡൽ VXI ഓപ്ഷണൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ. വേറെ അപാകത ഒന്നുമില്ല. കാണാൻ തന്നെ ഒരു വർക്കത്ത് ഉണ്ടല്ലോ. എത്ര കൊടുക്കത്?
ഇത് നമ്മള് 3,75,000 രൂപ 3,75,000 കൊടുക്കാം. ഫിനാൻസ് പിന്നെ ഫുള്ള് ലോൺ കിട്ടോ? മാക്സിമം ഫണ്ടിങ് കിട്ടും, ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ടൈപ്പ് 3 ഇറങ്ങിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ് കേട്ടോ. മാക്സിമം 10-25 കിലോമീറ്റർ ഒക്കെ മൈലേജ് ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2019 മോഡലാണ്, ഡീസൽ വേരിയന്റ് ആണ്. ഓട്ടോ എത്ര ഉണ്ട്? 90,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മള് വില ഇട്ടുന്നത് 6,40,000. 6,40,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് അല്ലേ? എത്ര മോഡൽ പറഞ്ഞത്? 2019 വണ്ടി 6,40 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റൂലേ? നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ പണം വിളിച്ചോ. സ്വിഫ്റ്റ് കാറിൽ ഒരു വൈറ്റ് കളർ, ഇതെങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് പെട്രോൾ എഞ്ചിനാണ്, 2018 മോഡൽ. 18 മോഡൽ VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഓട്ടോ എത്രയുണ്ട്? ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തട്ടുമുട്ട് ഒന്നുമില്ല. വണ്ടി മിയ വണ്ടി. എത്ര കൊടുക്കുക? ഇത് നമ്മള് വില ഇട്ടുന്നത് 5,40 അല്ലേ? ഓക്കെ. നെഗോഷ്യബിൾ ആണ്, മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ പണം വിളിച്ചോ. വീണ്ടും ഇവിടെ ഒരു കിണ്ണം പോലത്തെ സ്വിഫ്റ്റ് കാർ. ഇത് ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. റെഡ് കളറാണ്. എങ്ങനെയാണ് ബ്രോ ഇത്? 2014 മോഡൽ പെട്രോൾ എഞ്ചിൻ. ഓക്കെ. പെട്രോൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ VXI ആണല്ലോ ഓപ്ഷൻ. VXI ആണ് വരുന്നത്. ഓക്കെ. പിന്നെ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 90,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് 3,80,000. 3,80 ആസ്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം 10-50 ഉണ്ടെങ്കിൽ മാക്സിമം ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ പണം വിളിച്ചോ. വീണ്ടും ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാറാണ്. ഇതെങ്ങനെയാണ് ബ്രോ? ഇത് 2023 മോഡൽ. 23 മോഡലാണ്. ഓക്കെ. പെട്രോൾ എഞ്ചിൻ VXI ആണ് ഓപ്ഷൻ. പിന്നെ പെട്രോൾ വണ്ടിയാണ്. മാക്സിമം എത്ര ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. ഇതൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ നല്ല പക്ക ഹിസ്റ്ററി. അതെ. ലോ കിലോമീറ്റർ. ഈ സ്വിഫ്റ്റ് കാർ കുറെ ഉണ്ടല്ലോ നിങ്ങളടുത്ത്? ബാക്ക് വെച്ചിട്ടുണ്ടല്ലോ. സ്വിഫ്റ്റ് കാർ സ്വിഫ്റ്റിന് അധികം നല്ല റീസെയിൽ ഉള്ള വണ്ടിയാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വെക്കാനും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കേടി തേഞ്ഞ മക്കൾ, നിങ്ങൾ സ്വിഫ്റ്റ് കാർ തന്നെ എടുക്കുന്നല്ലേ? പെട്ടെന്ന് വിറ്റും പോകും. നമുക്ക് തിരിച്ചെടുക്കാനും സുഖമാണ്. അതെ. അത് നല്ല റീസെയിൽ വണ്ടിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മള് 7 lakh ആണ് ആസ്ക് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. നല്ല കിണ്ണം പോലത്തെ ഇറ്റിയോസ് ലിവ ഒറിജിനൽ കേരള വണ്ടിയാണ്. 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാനാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ? ഇത് 2017 മോഡൽ VXT ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഓക്കെ. പിന്നെ ഡുവൽ ടോൺ ആണ്, റെഡ് ബ്ലാക്ക് വരുന്ന 2 കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓട്ടം എത്ര ഉണ്ടാവും? 1 lakh സംതിങ് ഓടിയിരിക്കണം. 10 കിലോമീറ്റർ. ഓക്കെ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാനാണ് കേട്ടോ. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 6,70,000 6,75 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. നല്ല ഖീദ്മത്തിന്റെ എക്സ്പ്രോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡല്? 2022 മോഡല്. ഓക്കെ. VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വാനല്ലേ? ഒന്ന് നോക്കാനല്ല, കണ്ടിച്ച് എത്ര? 4,10,000 രൂപ. 4,10 ചോദിക്കുന്നുണ്ട്. 2022 മോഡൽ. ഓക്കെ. നെഗോഷ്യബിൾ അല്ലേ? വീണ്ടും ഒരു ഇറ്റിയോസ് ലീവ് ആണ് നിങ്ങളെ കാണിക്കുന്ന ഒരു വൈറ്റ് കളർ. ഇത് സിംഗിൾ കളർ അല്ലേ? ഇത് ഒറ്റ കളർ. ഒറിജിനൽ കേരള വണ്ടി. 14 മോഡൽ. 14 മോഡൽ. 14 മോഡൽ GD ഓപ്ഷൻ വണ്ടി. ഓക്കെ. ഓട്ടോ ഇത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. എത്ര കൊടുക്കുക? ഇത് നമ്മള് 4,90 ആണ്. 4,90 ആസ്ക് ഉണ്ട്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല വണ്ടി, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി ഒക്കെ ഉള്ള വാനല്ലേ? ഓക്കെ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ, വീണ്ടും ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. 2018 മോഡലാണ്. CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. CNG അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. 2018 മോഡൽ വണ്ടി. ഓക്കെ. ഓട്ടോമാറ്റിക്കലി അത് മാറും അല്ലേ? പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടിയാണ്. നമുക്ക് ഇനി കൂടുതൽ മൈലേജ് വേണം, അത്യാവശ്യം ഓട്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ. മൈലേജ് കിട്ടും. ഓപ്ഷൻ വരുന്ന VXI വണ്ടിയാണ്. ഓട്ടോ എത്ര ഉണ്ട് ഇതിൽ? ഇത് ഓട്ടം 80,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് നമ്മള് 5,60,000. 5,60,000. 2018 മോഡൽ അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെ നോക്കാം. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2023 മോഡൽ തന്നെയാണ്.
23 തന്നെ അല്ലേ? ഇതും പെട്രോൾ വണ്ടി, പെട്രോൾ ആണ്, VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓട്ടം ഉണ്ട്? ഇത് 30,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. ഒക്കെ ഷോറൂം കണ്ടീഷനുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. വീഡിയോ ഫസ്റ്റ് പറഞ്ഞ പോലെ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ. ഇതിന് എത്ര ഇത് നമ്മൾ 7 lakh ആണ് ആസ്ക് ചെയ്യുന്നത്. 7 lakh ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2016 മോഡൽ VDI സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടം 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 470 ആസ്ക് ചെയ്യുന്നത്. 470 2016 ഡീസൽ വണ്ടി. ഓക്കെ, തട്ടുമുട്ട് പേർക്കൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോ. വെന്യൂ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? പെട്രോൾ എഞ്ചിനിൽ വരുന്ന 2023 മോഡൽ എസ് ഓപ്ഷണൽ വണ്ടിയാണ്. ഓക്കെ, ഒരു 6,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. എത്ര? 6,000 കിലോമീറ്റർ. വെറും 6,000 കിലോമീറ്റർ ഒരു വാഹനല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? നമ്മള് 7,90,000 ആസ്ക് ചെയ്യുന്നത്. 7,90,000 ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 2023 മോഡൽ എസ് ഓപ്ഷണൽ ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരു കിഡ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2019 മോഡല്, 40,000 കിലോമീറ്റർ ഓടി. ഓക്കെ, നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അതെ, വണ്ടി എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങൾ? അങ്ങനത്തെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ 2,75,000 ആണ് ആസ്ക് ചെയ്യുന്നത്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2,75 ചോദിക്കുന്നത്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ, കിണ്ണം കാച്ചിയ വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ, സൗകര്യങ്ങളോ കാര്യങ്ങൾ. ഇവിടെ ഒരു വാഗണർ കാണിച്ചു കൊടുത്താലോ? ഇത് 2020 മോഡലാണ്. 20 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI ഓപ്ഷൻ 800 cc വരുന്ന വണ്ടിയാണ്. അതെ, 1.2 1000 cc. മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ? 1000 cc ആണ്. 2020 മോഡലാണ്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ട് പേർക്കൊന്നുമില്ല, ഒന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് നമ്മൾ വില ഇട്ടുന്നത് 490 ആണ്. 490 ആണ് ആസ്ക് ചെയ്യുന്നത്, നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഈക്കോ, ഒരു 7 സീറ്റ് വണ്ടി അല്ലേ? ഇത് ഈക്കോ 5 സീറ്റർ AC ആണ്. 5 സീറ്റർ AC ഉള്ള വണ്ടി അല്ലേ? 2012 മോഡലാണ്. അപ്പോ പിന്നെ എന്താ പറയാ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ മെക്കാനിക്കൊക്കെ പക്കാ മെക്കാനിക്കാണ്. 4 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ AC ഉണ്ട്. പിന്നെ അഡീഷണൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസിനൊക്കെ പറ്റിയ അല്ല, സെയിൽസ് മാത്രമല്ല, ഇനിയിപ്പോ ഫാമിലി കുറച്ച് കൂടുതൽ ആള് പോണ വണ്ടിയാണെങ്കിൽ 7 ആൾക്ക് പോകാൻ പറ്റിയ സൗകര്യത്തിലുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ഇത് നമ്മള് വില ഇട്ടുന്നത് 2,30,000 രൂപ. 2,30,000 ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ. 2,30,000 രൂപ കൂടുതൽ ആളുകൾ പോണ ഒരു വണ്ടിയാണ്. അതെ അതെ, ഓക്കെ. അല്ല, ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടോ? ഒരുപാട് ആവശ്യക്കാരുള്ള വണ്ടിയാണ്. കാരണം സ്കൂൾ ഡ്രൈവ് അങ്ങനെ മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് അല്ലേ? മെക്കാനിക് ഒന്നും നോക്കാനില്ല, കണി ഷിമീറ്റ് എടുക്കാം.